നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 785 785. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്തിൽ 48-ാം സർഗം യോഗത്രയവർണ്ണനം എന്നുള്ള അതിശക്തിമത്തായിട്ടുള്ളൊരു വേദാന്ത പ്രക്രിയയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 14-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. സംഹാരക്രമം ഇങ്ങോട്ടും വീണ്ടും വീണ്ടും വിചക്ഷണൻ വിചാരം ചെയ്തു കൊള്ളേണം. ഉള്ളം തെളിയുവോളവും ഓരോരുത്തരുടെയും ഉള്ളം തെളിയുന്നത് വരെ സംഹാരക്രമം ഇങ്ങോട്ടും വീണ്ടും വീണ്ടും വിചക്ഷണൻ, നല്ല കാര്യങ്ങൾ അറിയാൻ കൽപ്പുള്ളവൻ, ആലോചിക്കാൻ കാണാൻ കൽപ്പുള്ളവൻ, വിചാരം ചെയ്തു കൊള്ളേണം. വിചാരം ചെയ്തു കൊള്ളേണം, വികാരം കൊള്ളരുത്. ഉള്ളം തെളിയുവോളവും എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വൈരാഗ്യപൂർവം ആചാര്യൻ ഉപദേശിച്ച മാതിരി. അവിടെയാണ് പ്രശ്നം. നല്ലൊരു ആചാര്യനെ കണ്ടുകിട്ടിയാൽ മതിയോ? നമ്മളെ ഉയർത്താനുള്ളൊരു സാഹസത്തിന് മുതിരാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം. അപ്പോൾ വൈരാഗ്യപൂർവം ആചാര്യൻ ഉപദേശിച്ച മാതിരി വിചാരം ചെയ്യിൽ നീങ്ങിയിടും മഹങ്കാരാദി സർവവും. നീങ്ങിയിടും അഹങ്കാരാദി സർവവും. അഹങ്കാരം, ദുഷ്ടജന സംസർഗം, ഇത് രണ്ടും മാറണമെങ്കിൽ വിചാരം ചെയ്യിൽ. ആരെ വിചാരിക്കണം? പ്രേമസ്വരൂപനായ, ജ്ഞാനസ്വരൂപനായ, ദീനബന്ധുവായ, സർവവ്യാപിയായ, സർവജ്ഞനായ, സർവേശ്വരനായ ജഗദീശ്വരനെ മനനം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ ശ്ലോകം. യമങ്ങൾ മുമ്പാം അഷ്ടാംഗയോഗം, അധ്യാത്മവിദ്യകൾ, പൂജാധ്യാനങ്ങൾ, ഈ മൂന്നല്ലാതുള്ളം തെളിഞ്ഞിടാ. ഉള്ളം തെളിയാൻ 3 കാര്യമാണ് പറഞ്ഞത്. യമങ്ങൾ മുമ്പാം അഷ്ടാംഗയോഗം വേണം, അറിയാം വേണമെങ്കിൽ സിദ്ധികൾ. വിദ്യകളെന്നാണ് പറഞ്ഞത്. അധ്യാത്മത്തിലുള്ള ഈശ്വരീയമായ ഗുണങ്ങളെ വിവരിക്കുന്ന, ഈശ്വരനെ അടിസ്ഥാനപ്പെടുത്തി ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ എന്തെല്ലാം സംഭവിക്കും, അതിനാണ് വിദ്യകൾ പഠിക്കുക. പൂജാധ്യാനങ്ങൾ, പൂജ ചെയ്യുക, ധ്യാനം ചെയ്യുക, പൂജ ചെയ്യുക, ധ്യാനം ചെയ്യുക. പൂജ ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കണം. അതിന് പൂവ്, കുങ്കുമം, ഭസ്മം, ഇതൊക്കെ ആ അവസ്ഥയെ പ്രാപിക്കണം. ഭസ്മം കിട്ടിയാൽ നമ്മുടെ ദുർവാസനകളെ കരിച്ചതാണത് എന്നുള്ളത് മനസ്സിലാക്കണം. കുങ്കുമം അത് അവസ്ഥ മാറി രജോ ഗുണം തരണതാണ്. അപ്പോൾ എന്തിനെ സ്വീകരിക്കേണ്ടതെന്ന് നമുക്കറിയണം. അപ്പോൾ ഞാൻ ചന്ദനക്കൂറി ഇട്ടിട്ടുണ്ട്, കുങ്കുമം ഇട്ടിട്ടുണ്ട്. അതെന്താ എന്ന് ചോദിച്ചാൽ, എൻ്റെ രജോ ഗുണത്തിനെ ഞാൻ സാത്വിക ഗുണം കൊണ്ട് ഇല്ലായ്മ ചെയ്യണം. മനസ്സിലായോ? ഇതൊക്കെ ഒരു വിദ്യയാണ്, അല്ലാണ്ടൊന്നുമല്ല. അപ്പം യമങ്ങൾ മുമ്പാം അഷ്ടാംഗയോഗം, അധ്യാത്മവിദ്യകൾ, പൂജാധ്യാനങ്ങൾ, ഈ മൂന്നല്ലാതുള്ളം തെളിഞ്ഞിട. അല്ലാതെ കൊണ്ട് 7 രൂപ കൊടുത്തൊരു പുഷ്പാഞ്ജലി ചീട്ടാക്കി
പുഷ്പാഞ്ജലി ചെയ്ത പ്രസാദം വീട്ടിൽ വന്ന് എല്ലാ ദുരിതങ്ങളും മാറിയെന്ന് ഞാൻ പറയില്ല. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 7 രൂപയ്ക്ക് എന്താ കിട്ടുക വെച്ചാൽ അത് വാങ്ങാൻ കഴിയില്ലാത്തവർക്ക് കൊടുക്കുക. അവരെ ഈശ്വരൻ്റെ പ്രതിരൂപമായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് അയാൾക്കും. അയാളെന്ന് പാറ്റ് ചെയ്യുക, അയാൾക്കൊന്ന് ഷേക്കൻഡ് കൊടുക്കുക, അയാളെ നോക്കി ഒന്ന് ചിരിക്കുക. അപ്പോൾ തന്നെ ഒരാളെ നോക്കി ചിരിച്ചാൽ അതിന് പല അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ. ഇനി അതും വെള്ളം പറയുക. ഈ അർത്ഥങ്ങൾ നല്ല നിലയിലെടുത്താൽ മതി. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം എന്ന് പറഞ്ഞത് ശാരീരികമല്ല, ആധ്യാത്മികമാണ്. സ്നേഹ എന്നുള്ള ധാതുവിൽ നിന്ന്, സ്നേഹ എന്ന് പറഞ്ഞാൽ ഒട്ടുന്നത് എന്നർത്ഥം, ഫെവിക്കോളല്ല, നെയ്യ്, അങ്ങനെയാണ് പറയുക. അപ്പോൾ പൂജാധ്യാനങ്ങൾ ഈ 3 തെളിഞ്ഞിടാ, ജ്ഞാനിയും ഭക്തനും പാപം വല്ലതും ചെയ്തു പോകിലും. ആ അവസ്ഥയിലേക്ക് എത്തണം. ജ്ഞാനിയും ഭക്തനും പാപം വല്ലതും ചെയ്തു പോകിലും പ്രായച്ചിത്തം വേണ്ട, കർമ്മം അഴുക്കേറ്റുവതാകയാൽ. കർമ്മം അഴുക്ക് ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഭഗവാനെ പൂജിക്കുക, അതല്ല മതി. ജ്ഞാനിയും ഭക്തനും പാപം വല്ലതും എണ്ണധാര പോലെ ചെയ്തതല്ല, എപ്പോഴെങ്കിലും അറിയാണ്ടൊന്ന് പറ്റിപ്പോയാൽ പ്രായച്ചിത്തം വേണ്ട, കർമ്മം അഴുക്കേറ്റുവതാകയാൽ തത്വചിന്തനമോ നാമകീർത്തനാദികളോ മതി. അതാതാൾക്ക് വിധിച്ചുള്ളത് അതാതാൾക്ക് അഭികാമ്യമാം. ഓരോ വ്യക്തിക്കും വിധിച്ചിട്ടുള്ളത് എന്താ, അതെങ്ങനെയാണ് മനസ്സിലാവുക? എന്താ കിട്ടണത് അത്. അപ്പോൾ ആഗ്രഹാഭിലാഷങ്ങൾക്ക് ഭക്തിയുടെ ആദ്യപടികളിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഒരു തന്ത്രി ചെയ്യുന്ന കൂട്ടത്തിൽ പിന്നെ ആംഗ്യൊക്കെ കാണിച്ചിട്ട് ഞാൻ പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അപഹാസ്യമാണ്. പഠിക്കൂ, തന്ത്രം പഠിച്ചോളൂ, എന്നിട്ട് പ്രയോഗിച്ചോളൂ. ഇന്നവരൊക്കെ പഠിക്കാവൂ അങ്ങനെയൊന്നുമില്ല. ആരൊക്കെ ബുദ്ധിയുള്ളത് അവർക്ക് എല്ലാറ്റിനും ഒരു ബുദ്ധി വേണം. പരമക്ഷയോ മുദ്രകൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാവം ഉള്ളിൽ വരണം, നല്ല മുദ്ര കാണിക്കാൻ പറ്റുള്ളൂ. അത് കഥകളിയിൽ പ്രസക്തമാണ്. തോന്നിയ കൂട്ടത്തിൽ കാണിക്കാൻ പറ്റില്ല. പാട്ടുകാരൻ, കൊട്ടുകാരൻ അവരൊക്കെ അറിയണവരാണ്. അപ്പോൾ യാന്ത്രികമാവരുത്, ഒരു കാര്യവും യാന്ത്രികമാവരുത്. അപ്പോൾ തത്വചിന്തനമോ നാമകീർത്തനാദികളോ മതി. അതാതാൾക്ക് വിധിച്ചുള്ളത് അതാതാൾക്ക് അഭികാമ്യമാം. ജ്ഞാനം ജ്ഞാനിക്ക്, ഭക്തനു ഭക്തി, കർമ്മിക്കു കർമ്മവും, ഗുണങ്ങളവ മാറിയിടിൽ ഏവർക്കും വിപരീതമാം. വളരെ രസമുള്ള കാര്യം അത്. ജ്ഞാനിക്കു ജ്ഞാനം, ഭക്തനു ഭക്തി, കർമ്മിക്കു കർമ്മവും, ഗുണങ്ങൾ അവ മാറിയിടിൽ ഏവർക്കും വിപരീതമാം. അവിടെയാണ് പ്രശ്നം. മാറാൻ പാടില്ല. അറിവ് എന്തറിവുണ്ട് ആ അറിവിലിരുന്നാൽ മതി. അപ്പോൾ സത്വവേദാനുശുദ്ധങ്ങൾ സ്വതവേ താൻ അശുദ്ധങ്ങളാണ്. അതാണ് സ്വതവേതാൻ അശുദ്ധങ്ങളാണ് കർമ്മങ്ങളെങ്കിലും. ഓ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇത് വായിച്ച സമയത്ത്. സ്വതവേ താൻ അശുദ്ധങ്ങളാണ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ യാന്ത്രിക അവരത എന്നർത്ഥം. ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം, കാരണം ഇതാരാ ഇനി വായിക്കണമെന്ന് വെച്ചാൽ മനസ്സിലാക്കണ്ടേ. യാന്ത്രികം ആവരുത്. എന്നിട്ടോ സ്വതവേ താൻ അശുദ്ധങ്ങളാണു കർമ്മങ്ങളെങ്കിലും വിധിച്ചു വിഷയാസക്തരായോരെ പിന്തിരിക്കുവാൻ. വിധിച്ചു വിഷയാസക്തരായോരെ, വിഷയങ്ങളിൽ ആസക്തിയുള്ളവരെ പിന്തിരിപ്പിക്കുവാൻ, കാമ്യകർമ്മങ്ങളൊട്ടൊട്ടായി ചുരുക്കാൻ വേണ്ടി മാത്രമാം. കാമ്യകർമ്മങ്ങൾ, പ്രത്യേക കർമ്മങ്ങളെ ആഗ്രഹിച്ച് ചെയ്യുന്ന പൂജകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ പറഞ്ഞത്. വേദങ്ങൾ ചെയ്തതീ വണ്ണം ഗുണദോഷാദികൽപ്പനം. വേദങ്ങൾ കർമ്മം ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്, യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
അത് ആര് ചെയ്യണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടി ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊന്നും അറിയാണ്ട് ഞാൻ യാഗം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇപ്പോൾ സംവർ ഇൻ എന്താന്നാ പറയുക, ഒരു 4-5 വർഷം മുമ്പേ കുബേരയാഗം പണ്ടുന്നുണ്ടായി. കേരളത്തിലെ അതിപ്രധാനന്മാരായിട്ടുള്ള തന്ത്രി പ്രമുഖന്മാർ ഒരുപാട് ആൾക്കാർ പോയി ചാടി വീണു അതിൽ. ആ സമയത്ത് ഉദ്ദേശം ദക്ഷിണ മാത്രമായിരുന്നു. ഇപ്പം കേൾക്കണോ ആ ക്ഷേത്രവും ആ വീടും എല്ലാം ജപ്തി ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പം കുബേരനെ പൂജിക്കാൻ പുരാണത്തിൽ എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല. കുബേരനെ പൂജിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കുബേരനെ പൂജിച്ചാൽ കുബേരത്വം, സരസ്വതി പൂജ ചെയ്യാത്ത ആൾക്കാരില്ലല്ലോ. സരസ്വതി എല്ലാവർക്കും വഴങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വിദ്യാപ്രാപ്തി എന്തായിരിക്കണം? വിദ്യാപ്രാപ്തി അഹിംസാ പരമോധർമ്മ. പിന്നെയോ പ്രീതികരമായിട്ട് ജീവിക്കുക, മമത ശീലിക്കരുത്. മമത ശീലിക്കുന്നവരല്ലേ കുബേരയാഗത്തിൽ പോയിട്ടുള്ളത്. എന്തോ വലിയൊരു ഇതുവരെ നടക്കാത്തത് കേരളത്തിൽ ഇതം പ്രഥമമായി. ഞാനും പോയിരുന്നു കാണാൻ, ഇതെന്താന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ചിലവർ ഗീർവാണങ്ങൾ, പ്രഭാഷണങ്ങൾ, എന്താ പ്രഭാഷണങ്ങൾ, ഗംഭീരം. വന്നവർക്കൊക്കെ ആഹാരം, ചെറിയ മീനിനെ പിടിച്ച് വലിയ മീനിനെ പിടിക്കലാണ് അതെന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുക. മനസ്സിലായോ? അപ്പോൾ ഉദ്ദേശശുദ്ധി പണ്ടൊന്നുണ്ട്. ഇപ്പോൾ എന്നെ അറിയുന്നവർക്ക് ഇത് കേൾക്കുന്നതിൽ അറ്റ്ലീസ്റ്റ് 2 ആൾക്ക് എന്നെ നന്നായിട്ട് അറിയാം, ക്ലോസ് ആംഗിളിൽ. ഞാൻ ദ്രവ്യത്തിൽ ധനവാനല്ല, ആധ്യാത്മികത്തിൽ ഞാൻ ധനവാനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് എൻ്റെ ഗുരുനാഥൻ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബാങ്കിലുള്ള അസറ്റ് ഈ ചെറുക്കന് ഞാനിതാ കൊടുക്കണു എന്ന് ദേവി പത്മാവതി ക്ഷേത്രത്തിൽ നിന്ന് വിളംബരം ചെയ്തു പോയി അദ്ദേഹം. ഇത് വാങ്ങാൻ അധികാരി വേണം. ഏതൊരു കാര്യം വാങ്ങാൻ അധികാരിയാണോ നമ്മൾ? ആ അധികാരിത്വമാണ് നിർണയിക്കുന്നത്. അപ്പോൾ ആ തന്നത് ഞാൻ എന്താണെന്ന് പറയുക, തീരാതെ കണ്ട് അതിനെ വർദ്ധിപ്പിക്കാനുള്ള ഉദ്യമം ഞാൻ ചെയ്യണത്. അല്ലെങ്കിൽ 3200ഓളം പ്രഭാഷണങ്ങൾ ഒരു യൂട്യൂബിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. എൻ്റെ കർമ്മമാണത്, എൻ്റെ കടമയാണ്. എനിക്ക് ആനന്ദത്തെ തരുന്നതാണത്. അത് ആനന്ദം കിട്ടിയിട്ടുമുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കാമ്യകർമ്മങ്ങളൊട്ടായി ചുരുക്കാൻ വേണ്ടി മാത്രമാം വേദങ്ങൾ ചെയ്തത് ഈ വണ്ണം ഗുണദോഷാദികൽപ്പനം. യോഗികൾക്ക് ഉൾത്തടം ശുദ്ധമാകയാൽ ഇത് അബാധകം. അവരെ ഇത് ബാധിക്കില്ല. യോഗികൾക്ക് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ മറുതല കാണുക എന്ന് പറഞ്ഞാൽ, ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവന് പാപം സ്പർശിക്കില്ല. അതാണ് കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നത് പറഞ്ഞാൽ കൃഷ്ണൻ കല്യാണം കഴിച്ചു കഥ പറയാൻ. അതിൽ ആസക്തനായിരുന്നില്ല. അതാണ്, ആ ആസക്തി ഇല്ലാണ്ട് എന്ത് കാര്യം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ യോഗികൾക്ക് ഉൾത്തടം ശുദ്ധമാകയാലതബാധകം. എമ്മട്ടെങ്കിലും എൻ പുണ്യചരിത്ര ശ്രവണാദിയിൽ എങ്ങനെയെങ്കിലും ഭഗവാന്റെ എമ്മട്ടെങ്കിലും എൻ പുണ്യചരിത്ര ചരിത്ര ശ്രവണാദിയിൽ ആദരം തോന്നുകിൽ തന്നെ, ആദരം തോന്നണം.
ഇഷ്ടമില്ലാത്ത കൂട്ടി തൊട്ടതൊക്കെ കുരുത്തക്കേട് എന്നുള്ളതാവരുത്. ആദരവ് അച്ഛനോട്, അമ്മയോട്, സഹോദരങ്ങളോട് ആദരവ് തോന്നുക എന്ന് പറഞ്ഞാൽ അതെന്താന്ന്, ആദരവ് എന്താണെന്ന് അറിയണം. അത് അവമാനിക്കലായിട്ട് മാറാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അപ്പോൾ പറഞ്ഞു, ആദരം തോന്നുകിൽ തന്നെ മറ്റുള്ളവയിലൊക്കെയും അശ്രദ്ധയുളവാം, എന്നാൽ പോലും തീരെ വിടാൻ പണി. തീരെ അത് പോവാൻ ബുദ്ധിമുട്ടാണ്. 10 ജന്മത്തിൽ ചെയ്ത പാപം ഒരു ജന്മം കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. 10 ജന്മത്തിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ജന്മത്തിൽ ഭഗവാനെ ഉപാസന ചെയ്താൽ തന്നെ പോവുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ പോവുക? അപ്പോൾ എല്ലാം എത്ര അധമ മാർഗത്തിൽ പോരുണ്ട്, അത്രയും ഉയർന്ന മാർഗത്തിൽ സഞ്ചരിച്ചാലാണ് അധമത്തിൽ പോയിട്ടുള്ള പാപങ്ങൾ മാറിക്കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു, അശ്രദ്ധയുളവാം എന്നാൽ പോലും തീരെ വിടാൻ പണി. ആമട്ടെഴുന്നോനെന്ന് താൻ ഉപാസിക്കേണമാവതും. അപ്പോൾ പാപം ചെയ്തവൻ ആമട്ട് എഴുന്നോൻ എന്നെ താൻ ഉപാസിക്കേണമാവതും. അകറ്റിയാലും വന്നിടും ആഗ്രഹങ്ങൾ വെറുപ്പൊടും. ആഗ്രഹങ്ങൾ പോയി എന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും താണ് കിടക്കുന്നുണ്ടാവും. പുതുമഴ പെയ്താൽ മണ്ണിൽ നിന്ന് പലതും കിളിർക്കുന്ന പോലെ അല്ലേ? സാഹചര്യങ്ങൾ, ഈശ്വരോപാസന ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അശ്രദ്ധ വന്നാൽ ഈ പാഴ്മരങ്ങളൊക്കെ മുളയ്ക്കും. പിന്നെയും ആമട്ടെഴുന്നോനെന്നെ താൻ ഉപാസിക്കേണമാവതും. അകറ്റിയാലും വന്നിടും ആഗ്രഹങ്ങൾ വെറുപ്പൊടും. വിരിച്ചും തീരെ വർജിച്ചും, വരിച്ചും തീരെ വർജിച്ചും വീണ്ടും ഉൾക്കൊണ്ടും എത്രയും അടുത്തും ഉടൻ അത്യന്തം വിജയം പൂണ്ടു. പിന്നെയും ഈ മനസ്സിൽ പരിപൂർണമായിട്ട് ആശങ്കകളില്ലാതെ കണ്ട് ഈശ്വരനെ ഭജിക്കണം. അപ്പോഴാണ് നിഷ്കാമത്വം ഉള്ളൂ. ആശങ്കകൾ ഉണ്ടാവരുത്. ശരിയാവില്ലേ, അങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ വരിച്ചും തീരെ വർജിച്ചും വീണ്ടും ഉൾക്കൊണ്ടും എത്രയും അടുത്തും ഉടൻ അത്യന്തം വിജയം പൂണ്ടു. പിന്നെയും ബ്രഹ്മചര്യത്തിലും മറ്റും വീഴ്ചയോർത്ത് ഏറെ മാഴുകയും. ബ്രഹ്മചര്യത്തിലും മറ്റും വീഴ്ചയോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യുക. അതിന് ചില നിയമങ്ങളുണ്ട്. എപ്പോഴും വിഷയാഗ്രഹികളാണെങ്കിൽ അവർക്ക് ഉള്ളു തൊട്ടില്ല. അനുസന്ധാനം. അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മചര്യത്തിലും മറ്റും വീഴ്ചയോർത്തേറെ മാഴുകയും പ്രാർത്ഥിച്ചും എൻ കൃപാലേശം കണ്ടു കണ്ണീരുതൂകിയും. ഇതാണ് ഭക്തി. ചെയ്ത തെറ്റുകളെ ഓർത്ത് വിലപിക്കുക, ചെയ്ത തെറ്റുകളെ ആവർത്തിക്കാതെ കണ്ടിരിക്കുക. അതാണ് ബ്രഹ്മചര്യത്തിലും മറ്റും വീഴ്ചയോർത്തേറെ മാഴുകയും പ്രാർത്ഥിച്ചും എൻ കൃപാലേശം, ഭഗവാന്റെ കൃപാലേശം കണ്ട് കണ്ണീരു തൂകിയും ഇതൊന്നും പാഴിലാവില്ലെന്നുൾ പൂവിങ്കിലുറപ്പെടും. ഈ ഒരു 2 വരിയുണ്ടല്ലോ, സ്വർണ്ണലിപിയിൽ തന്നെ എഴുതണം. എന്നിട്ട് മസ്തകത്തിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ മസ്തകത്തിൽ എഴുതണം, നെറ്റിയിൽ എഴുതണം. നെറ്റിയിൽ എഴുതിയിട്ട്, എൻ്റെ നെറ്റിയിൽ എഴുതിയിട്ട് ഞാൻ കണ്ണാടി നോക്കിയാൽ അത് കാണുമല്ലോ എനിക്ക്. അതിൻ്റെ മനസ്സിൽ കാണണം എന്നർത്ഥം. എന്താ? ഇതൊന്നും പാഴിലാവില്ലെന്ന് ഉൾപ്പൊങ്ങുവിങ്കലുറപ്പെടും. 3200 പ്രഭാഷണം ഞാൻ ചെയ്തു. എനിക്ക് ദ്രവ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ പണം വരുന്നില്ലെങ്കിലും ഈശ്വരൻ എന്ത് ചെയ്തു? എൻ്റെ 2 മക്കളെ നല്ല നിലയ്ക്ക് എത്തിച്ചു. അതല്ലേ ആവശ്യം? എനിക്ക്
എത്ര ഉള്ളതൊക്കെ ബോണസാണ് ഇനിയുള്ള കാലമൊക്കെ. അവർക്ക് അങ്ങനെയല്ല. ആയുസ് ഉണ്ടെങ്കിൽ അല്ലേ, 42 വയസ്സായ മകൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒരു 10, 75, 80 ആവാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതേപോലെ മകന് 36 അയാൾക്കും. അപ്പോൾ ഏതാ നല്ലത്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളത്. കാലാകാലം അവരെ സംശുദ്ധമായ രീതിയിൽ കൊണ്ടു നടത്താൻ ഉപകരിക്കുന്ന രീതിയിൽ ഭഗവാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ശമ്പളം കൊടുത്ത് ഇരുത്തിയാൽ പിന്നെ ഞാൻ എന്തിനാ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും പാഴിലാവില്ല, ഞാൻ ചെയ്ത കർമ്മങ്ങളൊന്നും പാഴാവില്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായാൽ മതി. ഇതൊന്നും പാഴിലാവില്ലെന്ന് ഉൾപ്പൂവെങ്കിൽ ഉറപ്പെടും, എണീറ്റ് കൈകൂപ്പി നമസ്കരിച്ചും ധന്യനങ്ങിനെ. വെറുതെ നമസ്കരിക്കുക, നീക്കുക, വെറുതെ വെച്ചാൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഞാൻ ചെയ്യണതൊന്നും വെറുതെ പോവില്ല എന്നുള്ള ഉറപ്പുണ്ടായാൽ മതി. എണീറ്റ് അപ്പോൾ ഉൾപ്പൂവെങ്കിൽ ഉറപ്പെടും, എണീറ്റ് കൈകൂപ്പി നമസ്കരിച്ചും ധന്യനങ്ങിനെ. എത്ര തന്നെ നശിച്ചാലും ഞാൻ വീണ്ടും ഉയർത്തി എഴുന്നേൽക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ മതി. എത്ര തന്നെ നശിച്ചാലും വീണ്ടും വീണ്ടും അണഞ്ഞവ ആക്രമിച്ചവ ആകാശങ്ങളുറപ്പിക്കും അസത്തുക്കൾ. ആക്രമിച്ച് അവകാശങ്ങളുറപ്പിക്കും അസത്തുക്കൾ. അവകാശങ്ങൾ പറയണത് ആരാ? അസത്തുക്കൾ. അച്ഛൻ്റെ അമ്മയുടെ സമ്പത്തിന് വേണ്ടി അവകാശങ്ങൾ ഉറപ്പിക്കുക. ഭർത്താവ് ഭാര്യയുടെ അവകാശങ്ങൾ ഉറപ്പിക്കലല്ല, സ്നേഹം കൊണ്ട് ജീവിക്കുക, സ്നേഹം കൈകൊണ്ട് ജീവിക്കുക. ആത്മാവിനെ അലങ്കോലപ്പെടുത്തിയിടുകയാം പ്രഭു. ആത്മാവിനെ അലങ്കോലപ്പെടുത്തരുത്, ദുഷിക്കരുത്. അവിടെ നിർത്തുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.